നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ LSGD പരീക്ഷയുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. നമ്മൾ സാധാരണ പരീക്ഷകൾക്ക് പഠിക്കുന്ന പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. LSGD പരീക്ഷയ്ക്ക് ആകെയുള്ള മാർക്ക് നമുക്കറിയാം 100 മാർക്കാണ് ഉള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന്. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ സാധാരണ LDC പരീക്ഷയുടെയും അതേപോലെ നമ്മുടെ മറ്റേതെങ്കിലും ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയും ഒക്കെ എഴുതുന്ന ലാഘവത്തോടെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന നേരത്ത് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. നമ്മൾ സാധാരണ പഠിച്ചു വന്ന വിഷയങ്ങളല്ല ഇതിലുള്ളത്. ഇതിൽ പ്രത്യേകമായൊരു ഗൈഡൻസ് ആവശ്യമായിട്ടുള്ള ക്ലാസ്സും ടോപ്പിക്കും തന്നെയാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഭാസീസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് സ്പെഷ്യൽ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് ഇത് നൽകുന്നത്. പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചു പോകുവാനായിട്ടുള്ള സംവിധാനം കൂടി അടക്കിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതൊരു ചെറിയ പെയ്ഡ് കോഴ്സ് തന്നെയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ 9846183166 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് LSGD സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കടക്കാം ഇന്ത്യൻ പോളിറ്റിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുമ്പോൾ ഈ പോളിറ്റി എന്ന് പറയുന്ന പദം അതെന്താണ്? രാഷ്ട്രത്തെ സംബന്ധിച്ചതെന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രത്തെ സംബന്ധിച്ചത് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഒരു പദമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പദം വന്നിട്ടുണ്ട് പൊളിറ്റിക്സ്, രാഷ്ട്രത്തെ സംബന്ധിച്ചതെന്നൊക്കെയാണ് നമ്മൾ അതിനെപ്പറ്റി പറയാറുള്ളത്. അപ്പോൾ അതെങ്ങനെയുണ്ടായി? ആ പൊളിറ്റിക്സ് എന്ന പദം ഉണ്ടായത് പോളിസ് എന്ന് പറയുന്ന ഒരു പദമുണ്ട്. പോളിസ് അതൊരു ഗ്രീക്ക് പദമാണ്. പോളിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്? സിറ്റി സ്റ്റേറ്റ് എന്നാണ്. സിറ്റി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നഗര രാഷ്ട്രമാണ്. പഴയ കാലത്ത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നഗരങ്ങളുണ്ടായിരുന്നു. ആ നഗരങ്ങളെല്ലാം സ്വതന്ത്ര പരമാധികാരമുള്ള ചെറിയ ചെറിയ റിപ്പബ്ലിക്കുകളൊക്കെ ആയിരുന്നു. അങ്ങനെയുണ്ടായ ആ സിറ്റി സ്റ്റേറ്റ് എന്നുള്ള പദത്തിൽ നിന്നുമാണ് പൊളിസ് എന്ന് പറഞ്ഞൊരു പദം ഉണ്ടായത്. അതിനെയാണ് നമ്മൾ ഭാവിയിൽ എന്താക്കി മാറ്റിയത്? പൊളിറ്റിക്സ് ആക്കി മാറ്റിയത്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? അത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ളതാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നു. എങ്കിൽ സ്റ്റേറ്റ് എന്താണെന്ന് അറിയണം അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത ജനങ്ങൾ എല്ലാവിധത്തിലുള്ള അധികാരത്തോടും കൂടിയിട്ട് അവിടെ സമ്പൽ സമൃദ്ധമായ രീതിയിൽ മികച്ച ഭരണ സംവിധാനത്തോടെ കഴിയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ രാഷ്ട്രമെന്ന് വിളിക്കുന്നത്. പരമാധികാരമുള്ള ഒരു ജനത, അതാണ് രാഷ്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭൂപ്രദേശം ഉണ്ടാവണം, ജനതയുണ്ടാവണം, പരമാധികാരവും ഉണ്ടാവണം. അങ്ങനെ പരമാധികാരം മാത്രം ഉണ്ടായാൽ പോരാ, ഒരു ഭരണ സംവിധാനം കൂടി ഉണ്ടാവണം. അപ്പം ജനത വേണം, ഭൂപ്രദേശം വേണം, ഭരണ സംവിധാനം വേണം, ഗവൺമെൻറ് വേണം. അങ്ങനെ ചിട്ടവട്ടങ്ങൾക്കൊത്തു കഴിയുന്ന ഒരു ബൃഹത് സമൂഹത്തിനെയാണ് നമ്മൾ രാഷ്ട്രം അഥവാ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് നിർവചനം തന്നിരിക്കുന്നത് മറ്റാരുമല്ല, തന്ന വ്യക്തിയുടെ പേര് നമുക്കറിയാം. നിക്കോളോ മാക്കിയവല്ലി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാക്കിയവല്ലി അല്ലെങ്കിൽ ഇറ്റാലിയൻ കൗഡില്യൻ എന്നും ഇറ്റാലിയൻ ചാണക്യൻ എന്നും ഒക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ മാക്കിയവല്ലി എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ പ്രിൻസ് എന്നൊക്കെ പറയുന്ന ആ കൃതിയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? മാക്കിയവല്ലി എന്ന് പറയുന്ന ആൾ. ദ പ്രിൻസ് എന്ന് പറഞ്ഞ കൃതിയൊക്കെ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇറ്റലിയിലെ ഭരണതന്ത്രത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇറ്റാലിയൻ അർത്ഥശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതിയൊക്കെ എഴുതിയ വ്യക്തിയാണ് ആര്? ഈ മാക്കിയവല്ലി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചും ഭരണത്തെ സംബന്ധിച്ചും ഒക്കെ എന്തുണ്ട്? പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും വന്നിട്ടുണ്ട് പോളിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സിദ്ധാന്തമാണ് എന്തായിരിക്കാം? ഗോഡ്സ് ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവമാണ് നമ്മളെ ഈ രാഷ്ട്രം ഇങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഈ രാഷ്ട്രം നയിക്കുവാനായിട്ട് നിയുക്തനാക്കപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നും പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂയി ചക്രവർത്തിമാർ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ? അവരൊക്കെ അത്തരത്തിലുള്ള സിദ്ധാന്തത്തിൻ്റെ പിന്മുറക്കാരായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാനായിട്ട്. അപ്പോൾ ദൈവദത്തമാണ് രാഷ്ട്രം എന്ന് പറയുന്നൊരു സിദ്ധാന്തം പഴയകാലത്തുണ്ടായിരുന്നു. ദൈവമാണ് ഈ രാഷ്ട്രത്തെ സൃഷ്ടിച്ചതെന്നും ഈ രാഷ്ട്രത്തെ പരിപാലിക്കുവാനുള്ള ചുമതല രാജാവിനെ ഏൽപ്പിച്ചുകൊണ്ട് രാജാവിനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാക്കിയിരിക്കുന്നത് ദൈവമാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു ജനതയും ഉണ്ടായിരുന്നു. അതാണ് ഏതെന്ന് പറയുന്നത്? ഗോഡ്സ് ഗിഫ്റ്റ്, അല്ലെങ്കിൽ ദൈവദത്തമാണ് അധികാരം എന്ന് പറയുന്ന തിയറി.
അതിനുശേഷമുണ്ടായ മറ്റൊരു തിയറിയാണ് ദ തിയറി ഓഫ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. പരിണാമ സിദ്ധാന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് ചരിത്ര സൃഷ്ടിയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഒന്നാണെന്നും അതൊരു പരിണാമ പ്രക്രിയയിലൂടെയാണ് വന്നിരിക്കുന്നത് എന്നും അവിടെ ജനങ്ങളും രാഷ്ട്രവും ഒരു പരിണാമത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടിരിക്കുന്നതാണ് എന്നും പറയുന്ന സിദ്ധാന്തമാണ് തിയറി ഓഫ് എവല്യൂഷൻ. അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് ചരിത്രപരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് രണ്ടാമത്തെ സിദ്ധാന്തം. ഇനി മൂന്നാമതൊരു സിദ്ധാന്തം കൂടി വന്നിട്ടുണ്ട്. അതാണ് ദ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് എന്താണ്? സാമൂഹിക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രമുണ്ടായിരിക്കുന്നത്. ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾ, ആ പ്രദേശത്ത് സമൂഹമായിട്ട് ജീവിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രമുണ്ടായിരിക്കുന്നത് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ രൂപം നൽകിയതാണ് രാഷ്ട്രം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അത്. ഇനി മറ്റൊരു സിദ്ധാന്തമുണ്ട്, നാലാമത്തെ സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് ദ തിയറി ഓഫ് പവർ അല്ലെങ്കിൽ തിയറി ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കരുത്തിൻ്റെ സിദ്ധാന്തം. ദുർബലനെ കരുത്തൻ കീഴടക്കി ദുർബലൻ്റെ മേൽ കരുത്തൻ അതീശത്വം സ്ഥാപിച്ചുകൊണ്ട് കരുത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി ദുർബലന്മാർ വാണരുളുന്ന അല്ലെങ്കിൽ ദുർബലന്മാർ എന്താണ് ജീവിച്ചു പോകുന്ന ഒരു സമൂഹവും രാഷ്ട്രമായിട്ട് കണക്കാക്കപ്പെടും. യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിൽ കൂടുതൽ കരുത്തുള്ളവൻ വിജയിക്കുകയും പരാജയപ്പെടുന്നവൻ കരുത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ ബാക്കിയുള്ള ജീവിതം ശിഷ്ടജീവിതം നയിച്ചു പോവുകയും ചെയ്യുന്ന സംവിധാനം. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ട്രെങ്ത് തിയറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പവർ തിയറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യുദ്ധ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. അതായത് ഒരു യുദ്ധമാണ് രാഷ്ട്രത്തിൻ്റെ രൂപീകരണം നടത്തുന്നത് എന്ന് പറയുന്നു. ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ സാമ്രാജ്യങ്ങൾ വന്നിട്ടില്ലേ? ആ സംവിധാനം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി നമുക്ക് ഈ പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പദമുണ്ടല്ലോ, ആ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർ നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റില്ല ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അരിസ്റ്റോട്ടിലിനെയാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് അദ്ദേഹം നിർവചനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ നിർവചനം എന്താണ്? ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്തായിരിക്കണം? അവിടെ രാഷ്ട്രമായി തീരണമെങ്കിൽ ആ പ്രദേശത്തെ ജനത എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഭരണ സംവിധാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. ആ രാഷ്ട്രത്തെ സംബന്ധിച്ചതിനെയാണ് രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. അതായത് കൂട്ടായ തീരുമാനങ്ങൾ ഏറ്റെടുക്കുവാനും അധികാരം പ്രയോഗിക്കുവാനും ഒരു ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റാണ് അവിടുത്തെ രാഷ്ട്രം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണെന്ന് നമുക്കറിയാം അല്ലേ? തത്വചിന്തകനായ സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ, ഇന്ത്യ ആക്രമിച്ച അലക്സാണ്ടർ എന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് രാഷ്ട്രതന്ത്രത്തിൻ്റെ പ്രത്യേകത? ആ രാഷ്ട്രതന്ത്രത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, അതെന്താണ്? പൗരബോധത്തെ വളർത്തുക എന്നാണ് പറയുന്നത് അല്ലേ? പൗരബോധത്തെ വളർത്തുക എന്നതാണ് രാഷ്ട്രതന്ത്രത്തിൻ്റെ പ്രത്യേകത. പൗരബോധത്തെ വളർത്തുക. പിന്നെയോ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ യുക്തിപൂർവ്വം ഇടപെടൽ നടത്തുക അല്ലേ? അപ്പോൾ രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനത്തിൽ യുക്തിപൂർവ്വം ഇടപെടൽ നടത്തുവാനായിട്ട് ഒരു പൗരനെ പ്രാപ്തനാക്കുക എന്നതും രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചുമതലയാണ് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അല്ലേ? അപ്പം അങ്ങനെ നോക്കിയാൽ ഇന്ത്യൻ പോളിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി വേണം നമുക്ക് പഠിക്കാനായിട്ട്. നമ്മുടെ തത്വചിന്തയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട വക്താവായിട്ട് കണക്കാക്കുന്ന അരിസ്റ്റോട്ടിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ നിർവചിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂപ്രദേശം ഉണ്ടാവണം. ആദ്യം ഭൂപ്രദേശമുണ്ടെങ്കിൽ അല്ലെ രാജ്യത്തിനൊന്നുണ്ടാവണം, ഒരു ടെറിട്ടോറിയൽ എക്സ്റ്റൻഷൻ ഉണ്ടാവണമെന്നാണ് പറയുന്നത് അല്ലേ? പിന്നെയോ ആ ടെറിട്ടറി എന്ന് പറയുന്നത് വിജനമായൊരു പ്രദേശമാകുവാൻ പാടില്ല. അവിടെ ആര് വേണം? അവിടെ ജനങ്ങൾ ഉണ്ടാവണം. ആ ജനങ്ങൾ ചേർന്ന് ഒരു ഭരണകൂടത്തെ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പം ജനങ്ങൾ ചേർന്നിട്ട് ഒരു ഭരണകൂടം കൂടി അവിടെ ഉണ്ടാവണമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ ആ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു പരമാധികാരമുള്ള രാഷ്ട്രമായിരിക്കണം, അല്ലെങ്കിൽ ഒരു പരമാധികാരം ഉണ്ടായിരിക്കണം. അവർ മറ്റൊരാളുടെ കീഴിലല്ലാത്ത, മറ്റൊരാൾക്കും അടിമയല്ലാത്ത, സ്വതന്ത്രമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളൊരു ഭരണകൂടമാണ് അവിടെ വേണ്ടത് എന്നും ആര് പറയുന്നുണ്ട്? അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിന് ഒരു ഭരണഘടന ഉണ്ടാവണം. ആ ഭരണഘടനയാണ് ആ രാഷ്ട്രം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് പ്രസ്താവിക്കുന്നത്. ആ രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത് എന്ന് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കപ്പെടുന്നുവെന്നും ഒരു രാഷ്ട്രം എപ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് എന്ന് നമുക്കറിയാം. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കാൻ പോകുന്നത്. ആ പോയിന്റ് എന്ന് വെച്ചാൽ എന്തെന്ന് നമുക്കറിയാം. എന്താണ്? എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റിയാണ്.
എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന ആ മേഖല രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? നമ്മുടെ രാജ്യത്തിൽ പൗരാണിക കാലം മുതൽ തന്നെ, പൗരാണിക കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് കാലമാണ്? വേദകാലം എന്ന് പറയുന്ന കാലമാണ്, അല്ലേ? വേദകാലം. ആ വേദകാലത്താണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവുന്നത്? ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ജനാധിപത്യപരമായ ബോധം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാവുന്നത്. ഇവിടെയുള്ള ഭരണക്രമം നിയന്ത്രിച്ചിരുന്നത് ജനങ്ങളടങ്ങുന്ന ചില കൂട്ടായ്മകളായിരുന്നു. ആ കൂട്ടായ്മകളുടെ പേര് നമുക്കറിയാം, എന്തായിരുന്നു? അതെല്ലാം സഭ എന്നും സമിതി എന്നും ഗണ എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന കൂട്ടായ്മയായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും നഗരത്തിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും പ്രായം ചെന്ന ആൾക്കാരും എല്ലാം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളായിരുന്നു നമുക്കറിയാം. ഇവരാണ് പ്രദേശങ്ങളെ ഭരിക്കുവാനുള്ള നിയമസംഹിതകളൊക്കെ അക്കാലത്ത് എഴുതിയിരുന്നത്. ഇനി വീണ്ടും അതിൻ്റെ പശ്ചാത്തലം നോക്കിപ്പോയി കഴിഞ്ഞാൽ, അതിൻ്റെ പിറകിലുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ട്? രാമായണം, അല്ലേ? മഹാഭാരതം, അല്ലേ? ഇങ്ങനെയുള്ള ആ കൃതികളിലേക്ക് എന്തിനെ പറ്റി പറയുന്നുണ്ട്? രാജ്യത്തെ പറ്റി പറയുന്നുണ്ട്, രാജാവിനെ പറ്റി പറയുന്നുണ്ട്, മന്ത്രിസഭയെ പറ്റി പറയുന്നുണ്ട്, ജനങ്ങളെ പറ്റി പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ അതിർത്തികളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ്? രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതല്ലേ? അപ്പോൾ ഇന്ത്യയുടെ പൗരാണികത എന്ന് പറയുന്നത് രാഷ്ട്രസമ്പത്തെ പറ്റി അല്ലെങ്കിൽ രാഷ്ട്ര രൂപീകരണത്തെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ഒരു നിയമമുണ്ടായിരുന്നു. ആ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഓർമ്മയിൽ നിന്നും, ഓർമ്മയെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? സ്മൃതിയാണ്. ആ സ്മൃതിയിൽ നിന്നും ശ്രുതി എന്ന് പറഞ്ഞ വാക്കിലൂടെ അടുത്തൊരാളിൻ്റെ സ്മൃതിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഓർമ്മയിലുള്ള കാര്യങ്ങൾ വാക്കുകളിലൂടെ മറ്റൊരാളുടെ ഓർമ്മയിലേക്ക് കൊടുക്കുന്നു. എഴുതി വെച്ചിട്ടില്ല, സ്മൃതിയിൽ നിന്നുമാണ് പറയുന്നത്, ഓർമ്മയിൽ നിന്നുമാണ് പറയുന്നത്, അല്ലെ? ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ നേരത്ത് കുറച്ച് കാര്യങ്ങൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്നുമാണ്, സ്മൃതിയിൽ നിന്നുമാണ് ഞാനും പറയുന്നത്, അല്ലേ? അപ്പം അങ്ങനെ നോക്കിയാൽ ഒരു തലമുറ അവരുടെ ഓർമ്മയിൽ സൂക്ഷിച്ച കാര്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് എഴുതി വെച്ചിരുന്ന കാലത്തിലായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ആ സ്മൃതി പഴയ കാലത്തെ ഒരു ഭരണഘടനാ വിദഗ്ധൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മനു, അല്ലേ? അപ്പം മനുസ്മൃതി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മനുസ്മൃതിയെയാണ് നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ നിയമമായിട്ട് കണക്കാക്കുന്നത്, രാഷ്ട്രതന്ത്രത്തിനുള്ള നിയമമായിട്ട് കണക്കാക്കുന്നത്, അല്ലേ? മനുസ്മൃതി എന്നാണ് പറയുന്നത്. മനുസ്മൃതി, ദ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ ഉടലെടുത്ത ആദ്യത്തെ നിയമം ഏതെന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ മനുസ്മൃതി എന്നാണ് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ആ മനുസ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നിയമങ്ങൾ. നമ്മൾ കേട്ടിരിക്കുന്നത് മനുസ്മൃതി എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ടതാണെന്നാണ്, അല്ലേ? കേട്ടിരിക്കുന്നത് എന്താണ്? പിതാരക്ഷതി കൗമാരേ ഭദ്രോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന 4ാമത്തെ വരിയുടെ പേരിലാണ് മനുസ്മൃതി എന്താണെന്ന് ഏതാണെന്ന് അറിയാൻ പാടില്ല, അതെ മനുസ്മൃതി കത്തിച്ച് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആക്ടിവിസ്റ്റുകളെല്ലാം വരുന്നത്, അല്ലേ? പക്ഷേ മനുസ്മൃതി എന്ന് പറയുന്നത് എന്താണ്? പൗരാണിക കാലത്തൊരു നിയമാവലിയായിരുന്നു. 1000 ആണ്ടുകൾക്ക് മുൻപ് ഈ നാട്ടിൽ എങ്ങനെയാണ് ജനം ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് പ്രാപ്തി നൽകുന്ന ഒരു കൃതിയായിരുന്നു അത്. ഓർമ്മയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? പല മാറ്റങ്ങളും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ കേട്ടിട്ടത് കേട്ട രീതിയിൽ വേറൊരാളോട് പറയുന്നു. അങ്ങനെ 10 പേര് കേട്ട് കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യമായിരിക്കില്ല 10ാമത്തെ ആളുടെ ചെവിയിലെത്തുന്നത്. അത് തന്നെയുള്ളൂ മനുസ്മൃതിയിൽ സംഭവിച്ചതും എന്ന് മനസ്സിലാക്കാനായിട്ട് സാമാന്യമായ ഒരു ബോധം മാത്രം നമുക്ക് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുക, അല്ലെ, മനുസ്മൃതിയെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് നമുക്ക് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു നിയമ സംവിധാനം നിലവിൽ വരുന്നത്, അല്ലെ? എഴുതപ്പെട്ട നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ ഫസ്റ്റ് റിട്ടേൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് റിട്ടേൺ ഡോക്യുമെന്റ് എന്തിനെക്കുറിച്ചൊക്കെ ഉള്ളതായിരുന്നു? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി, അല്ലേ? അതേപോലെ രാജ്യതന്ത്രം, അതായത് നമ്മൾ പറയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് രാഷ്ട്രതന്ത്രം എന്നൊക്കെ പറയുന്നില്ലേ, അന്താരാഷ്ട്ര ബന്ധം എന്നൊക്കെ പറയുന്നില്ലേ, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു കൃതിയായിരുന്നു. ആ കൃതിയുടെ പേരായിരുന്നു അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ കൃതിയായിരുന്നു. അർത്ഥശാസ്ത്രം, അല്ല, അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ കൃതി എഴുതിയ വ്യക്തിയെ നമുക്കറിയാം. നമ്മളദ്ദേഹത്തെ വിളിച്ച പേരെന്താണ്? ചാണക്യൻ എന്ന് വിളിച്ചു, അല്ലെ? ചാണക്യന്റെ ബുദ്ധി ഇച്ചിരി വളഞ്ഞ ബുദ്ധി ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പേര് വിളിച്ചു എന്താണ്? കൗടില്യൻ എന്ന് വിളിച്ചു. അപ്പൊ ചാണക്യൻ എന്നും കൗടില്യൻ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിരുന്നു വിഷ്ണുഗുപ്തൻ, അല്ലെ? വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ യുവാവ്, അദ്ദേഹമായിരുന്നു ആര്? ചാണക്യൻ എന്ന പേരിൽ, വിഷ്ണുഗുപ്തൻ എന്ന പേരിൽ, കൗടില്യൻ എന്ന പേരിൽ, ഇന്ത്യൻ മാക്യവല്ലി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ബുദ്ധിമാനായ വ്യക്തി. ഒരു കാര്യം ഓർക്കുക, ഇന്ത്യൻ മാക്യവല്ലി എന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിലും ചാണക്യൻ മരിച്ച് 16 നൂറ്റാണ്ടുകൾ, ഏകദേശം 1500ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ മാക്യവല്ലി എന്ന് പറയുന്ന ആളുടെ ജനനം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് നമുക്ക് കൃത്യമായ രീതിയിൽ എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്?
നമ്മുടെ പൗരാണിക കാലത്തുണ്ടായിരുന്ന രാഷ്ട്ര സംവിധാനത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർദ്ധശാസ്ത്രം മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ മനസ്സിലാക്കുവാനായിട്ട്. അല്ല, അർദ്ധശാസ്ത്രം മാത്രമല്ല, ഇന്ത്യ സന്ദർശിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ചാണക്യൻ എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം രൂപീകരിക്കുവാൻ വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ബൗദ്ധിക പിന്തുണയും നൽകിയ പണ്ഡിതനായ വ്യക്തിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. അതുകൊണ്ട് തന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ചാണക്യനെ വെച്ചത്. ആ ചാണക്യനാണ് മൗര്യ സാമ്രാജ്യം വിപുലപ്പെടുത്തിയത്, മൗര്യ സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് സുരക്ഷ പ്രദാനം ചെയ്തത്. അതാണ് ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ചന്ദ്രഗുപ്ത മൗര്യൻ അറിയാമായിരുന്നു ചാണക്യനെ പോലുള്ളൊരു പ്രതിഭ ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്തകളും ബുദ്ധി വികാസങ്ങളും എല്ലാം എഴുതി വയ്ക്കുവാനായിട്ട് മൗര്യൻ ആവശ്യപ്പെടുകയും മൗര്യൻ്റെ ആവശ്യപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു കൃതി രചിക്കുകയും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച്, അല്ലേ, അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച്, നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച്, പൊതുഭരണത്തെക്കുറിച്ച്, നികുതി വ്യവസ്ഥയെക്കുറിച്ച്, ശിക്ഷാവിധികളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിച്ച കൃതി അതായിരുന്നു ഏത്? അർദ്ധശാസ്ത്രം എന്ന് പറയുന്ന ആ കൃതിയെ. ആ അർദ്ധശാസ്ത്രത്തിന് പുറമെ മറ്റൊരു കൃതി കൂടി നമുക്കുണ്ട്. അതാണ് ഇൻഡിക്ക എന്ന് പറയുന്ന കൃതി. മെഗസ്തനിസ്, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു ആര്? മെഗസ്തനിസ് എന്ന് പറയുന്ന വ്യക്തി. മെഗസ്തനിസ് അതായത് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല ഏൽപ്പിച്ചത് സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ സെലൂക്കസ് നിക്കേറ്ററിന് BC 306 ചന്ദ്രഗുപ്ത മൗര്യൻ ശേഷം പരാജയപ്പെടുത്തുകയുണ്ടായി. ആ പരാജയത്തെ തുടർന്ന് ഒരു ഉടമ്പടി അവർ തമ്മിലുണ്ടായി. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് 500 ആനകൾ സെലൂക്കസ് നിക്കേറ്ററിന് ചന്ദ്രഗുപ്ത മൗര്യൻ സമ്മാനമായിട്ട് കൊടുത്തു. പകരമായിട്ട് സെലൂക്കസ് നിക്കേറ്ററിൻ്റെ മകൾ ഹെലൻ എന്ന യുവതിയെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം കഴിച്ചു. കാണ്ഡഹാർ, ഹെറാത്ത്, കാബൂള് ഈ പ്രദേശങ്ങൾ സ്ത്രീധനമായിട്ട് ചന്ദ്രഗുപ്ത മൗര്യനെ സെലൂക്കസ് നിക്കേറ്റർ കൊടുത്തു. മാത്രമല്ല ഗ്രീക്ക് അംബാസഡറായിട്ട് മെഗസ്തനിസിനെ ഈ ഇന്ത്യയിലേക്ക്, മൗര്യ സാമ്രാജ്യത്തിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ എത്തിയ മെഗസ്തനിസാണ് ഇന്ത്യയിൽ കണ്ട കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതി തയ്യാറാക്കിയത്. ആ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനെ വിശേഷിപ്പിച്ച പേരായിരുന്നു സാൻഡ്രാക്കോട്ടസ്. കാരണം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് തീർത്തെഴുതുവാനുള്ള അക്ഷരങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ ഇല്ലാതിരുന്നതായിരുന്നു അതിൻ്റെ കാരണം. അപ്പോൾ അവരുടെ ഭാഷയിൽ എന്ത് ചെയ്തു? സാൻഡ്രാക്കോട്ടസ്. നമ്മൾ മിമിക്രിക്കാർ പറയുന്നത് കേട്ടില്ലേ? ദൃഷ്ടദ്യുമ്നൻ എന്ന പേര് എഴുതുവാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ബാബു എന്നോ ശശി എന്നോ ഒക്കെ എഴുതുന്ന പോലെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് തീർത്തെഴുതാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സാൻഡ്രാക്കോട്ടസ് എന്നാണ് എഴുതി വെച്ചിരുന്നത്. ആ മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയും നമുക്ക് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റിയിൽ പരമപ്രധാനമായ ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്നുണ്ട്, മുദ്രാരാക്ഷസം എന്ന് പറയുന്ന കൃതി, അല്ലെ, വിശാഖദത്തൻ എഴുതിയ മുദ്രാരാക്ഷസം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അടയാളമായിട്ടുള്ള മോതിരം കാണിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണവും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കൂട്ടായ്മയും കൂടിച്ചേരലും എല്ലാം കണ്ടെത്തുന്ന ഒരു കൃതിയുണ്ട്. മുദ്രാരാക്ഷസം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അല്ലെ, വിശാഖദത്തൻ എഴുതിയ മുദ്രാരാക്ഷസമാണ്. ആ മുദ്രാരാക്ഷസം എന്ന് പറയുന്നത് ചാണക്യനും അതിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നതാണ്. അതായത് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ എതിരാളിയായിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ മന്ത്രി ചന്ദ്രഗുപ്ത മൗര്യനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ മന്ത്രിയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വിഷ്ണുഗുപ്തൻ നടത്തിയ ചില ഉപജാപങ്ങൾ, നമ്മളത് കേട്ടുകഴിഞ്ഞാൽ ചാണക്യൻ ഇത്തരക്കാരനായിരുന്നു, ഇത്രയ്ക്ക് ചതി വശമുള്ള ആളായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ചതിയാണ്. അങ്ങനെ ചതിയിലൂടെ അമാത്യ രാക്ഷസൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ വധിച്ചുകൊണ്ട് തൻ്റെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അവസാനത്തെ ഭീഷണിയും ഇല്ലാതാക്കിയ ചാണക്യൻ്റെ കഥ തന്നെയാണ് ഈ പറയുന്ന മുദ്രാരാക്ഷസത്തിലും പ്രതിപാദിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ മുദ്രാരാക്ഷസം, അർദ്ധശാസ്ത്രം, ഇൻഡിക്ക എന്നീ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിലെല്ലാം പറയുന്നതാണ് രാഷ്ട്രം ഭരിക്കുവാൻ രാജാവ് കേന്ദ്രമായിട്ട് വരുന്നു, പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു സമിതി ഉണ്ടാവുന്നു, അതിന് താഴെ പ്രവിശ്യകളുണ്ട്, ആ പ്രവിശ്യകൾക്ക് താഴെ ജില്ലകളുണ്ട്, ജില്ലകൾക്ക് താഴെ ഗ്രാമമുണ്ട് അല്ലെങ്കിൽ താലൂക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ഭരണ സംവിധാനമായിരുന്നു ഏതിൽ പ്രതിപാദിച്ചിരുന്നത്? പൗരാണിക കാലത്ത് പ്രതിപാദിച്ചിരുന്നത്. ചാണക്യൻ്റെ അർദ്ധശാസ്ത്രമാണ് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് ഭരണക്രമത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നത്, രാഷ്ട്രതന്ത്രത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചാണക്യൻ്റെ അർദ്ധശാസ്ത്രത്തെ മൊത്തം 3 ഭാഗങ്ങളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചാണക്യൻ്റെ അർദ്ധശാസ്ത്രത്തെ നമ്മൾ മൊത്തം 3 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അത് ഏതെല്ലാമാണ്? അർദ്ധശാസ്ത്രത്തെ 3 ഭാഗങ്ങളാക്കിയല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തേത് ഏതാണ്? രാജാവിനെ നിയന്ത്രിക്കുന്ന, രാജാവിനെ സഹായിക്കുന്ന സമിതി, ആ സമിതിയെ കൂടാതെ ആ സമിതി കൈകാര്യം ചെയ്യുന്ന ഭരണ വകുപ്പുകൾ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ പ്രധാനമന്ത്രിയെ സഹായിക്കുവാനായിട്ട് ഒരു ക്യാബിനറ്റ്, ആ ക്യാബിനറ്റ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ക്ലിയർ ആയില്ലേ?
അതായിരുന്നു പഴയകാലത്ത് ചാണക്യൻ എഴുതി വെച്ച സംവിധാനം. ഇനി രണ്ടാമത്തെ എന്താണ്? സിവിൽ ക്രിമിനൽ നിയമങ്ങൾ. സിവിൽ ക്രിമിനൽ നിയമങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനമായിട്ടുള്ള കോടതികൾ, അവിടെ സിവിൽ കേസുകളുണ്ട് അല്ലേ, ക്രിമിനൽ കേസുകളുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ, കേസുകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് തീർപ്പ് കൽപ്പിക്കാനായിട്ടുള്ള കോടതികളും നീതിന്യായ വ്യവസ്ഥയുമായിരുന്നു രണ്ടാമതുണ്ടായിരുന്നത് അല്ലേ. ഇനി മൂന്നാമത്തെ എന്താണ്? രാജ്യതന്ത്രം, യുദ്ധം, അന്താരാഷ്ട്ര നിയമം. ഒന്നോർത്ത് നോക്കിക്കേ, നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടുന്ന ആഭ്യന്തര കാര്യങ്ങൾ ചെയ്യുക, അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വിദേശകാര്യ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പ്, യുദ്ധം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി പ്രതിരോധ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പില്ലേ. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, 2000 വർഷങ്ങൾക്ക് മുൻപ്, 2300 വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രഗുപ്ത മൗര്യൻ എഴുതിയ ബുക്കിൽ നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അതിലും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഏത് ലെവലായിരുന്നു അങ്ങേരുടെ തലയെന്നിപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. ഈ പറയുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ആ ബുക്കിലെ ഭരണ സംവിധാനം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? തിയറി ഓഫ് സപ്താംഗാസിൽ വിശ്വസിച്ചിരുന്നു അല്ലെ. നമ്മൾ പഞ്ച അംഗാസ് നമുക്കറിയാം അല്ലേ, പഞ്ചാംഗങ്ങൾ നമുക്കറിയാം. പഞ്ചാംഗം അല്ലെ, ജ്യോതിഷന്മാരുടെയൊക്കെ കയ്യിലിരിക്കുന്നതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. വേദത്തിന് 6 അംഗങ്ങൾ, വേദാംഗാസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ സപ്താംഗാസ് ഉണ്ട്. സപ്താംഗാസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ആ ഒരു സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്, സപ്താംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് സപ്താംഗങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആ സപ്താംഗത്തിൽ പരമപ്രധാനമായിട്ട് മുന്നിൽ വരുന്നവനാണ് സ്വാമി അല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന സ്വാമി, കാഷായമെടുത്ത സ്വാമി, ആ സ്വാമിയല്ല. ഈ സ്വാമി എന്ന് പറയുന്നവരാണ് രാജാവാണ്. രാജാവെന്ന് പറഞ്ഞ ആളാണ്, ഭരണത്തിൻ്റെ കേന്ദ്രമാണ്. ആ ഭരണത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള രാജാവ് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് പ്രജാപരിപാലനം നടത്തിക്കൊണ്ടവരെ കാത്തുരക്ഷിക്കുന്ന അവരുടെ പൊന്നു സ്വാമിയായിട്ടുള്ള വ്യക്തിയാണ് ആര്? രാജാവെന്ന് പറയുന്നയാൾ. ഈ സ്വാമിക്ക് തൊട്ട് താഴെ വരുന്ന ആൾ ആരാണ്? അതാണ് അമാത്യൻ എന്ന് പറയുന്നയാൾ. അമാത്യൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ആരാണ്? മന്ത്രി പുങ്കവനാണ്. പ്രധാനമന്ത്രി മുതൽ സാധാരണ മന്ത്രി വരെയുള്ള അമാത്യ സഭ അവിടെ ഉണ്ടാവും. ഇവരാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വകുപ്പുകളാണ് ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ രാജാവ് നിഷ്കർഷിക്കുന്നതിനനുസരിച്ച് പ്രജാക്ഷേമം നടത്തുവാനായിട്ട് ബാധ്യതപ്പെട്ട ഒരു കൗൺസിലായിട്ട് അമാത്യന്മാരുണ്ടാവണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം, അതല്ലെങ്കിൽ മന്ത്രിസഭയുണ്ടാവണമെന്ന് നിഷ്കർഷിക്കുന്നതാണ് ചാണക്യൻ്റെ രാജ്യ ഭരണത്തിൻ്റെ സപ്താംഗങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അംഗമുണ്ട്, അതാണ് കോസ എന്ന് പറയുന്നത്. കോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീശ എന്ന് നമ്മൾ പറയുന്ന സാധനം അത് തന്നെയാണ്. കീശ എന്തിനുള്ളതാണ്? കാശിട്ട് വെക്കാനുള്ളതാണ് കീശ. അതേപോലെ കോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാശ് സൂക്ഷിക്കുന്ന ട്രഷറിയാണ്. ട്രഷറി എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ ഭണ്ഡാരമാണ്. ആ ഭണ്ഡാരത്തിൽ എന്താണ് വരുന്നത്? പണമാണ് വരുന്നത്. രാജാവിന് എങ്ങനെ പണം കിട്ടും? നികുതിയിലൂടെയാണ് പണം കിട്ടുന്നത്. രാജാവിന് നികുതി എങ്ങനെ കിട്ടും? കാർഷിക ഭൂമിയിൽ കാർഷിക വിളവിന്മേലൊക്കെ നികുതി ഏർപ്പെടുത്താം അല്ലേ. ഇറക്കുമതി ചുങ്കങ്ങൾ നടത്താം, കയറ്റുമതി ചുങ്കം. അപ്പം കയറ്റുമതി ചുങ്കമുണ്ട്, ഇറക്കുമതി ചുങ്കമുണ്ട്, കൃഷിയിൽ വിളവിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് ചുങ്കമുണ്ട്, അന്യദേശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന യുദ്ധ നികുതിയുമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള നികുതി സൂക്ഷിക്കുന്ന ഇടമാണ് ട്രഷറി എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ട്രഷറി എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായിരുന്നാൽ ആ രാഷ്ട്രം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ദണ്ഡ എന്ന് പറയുന്ന സംവിധാനം. എന്താണ് ദണ്ഡ? നമുക്ക് അറിയാവുന്നൊരു ദണ്ഡെന്നാണ്, എടുത്ത് കൈ വെച്ച് കറക്കുന്ന ദണ്ഡ്. അത് മാത്രമേ നമ്മളിൽ പലർക്കും പരിചയമുള്ളൂ അല്ലേ. ഈ ദണ്ഡ എന്ന് വെച്ചാൽ എന്താണ്? ശിക്ഷാ സംവിധാനമാണ്. ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ദണ്ഡനം അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും പറയേണ്ടത്? നീതിന്യായ സംവിധാനമാണ്. ജുഡീഷ്യറിയാണ് അവിടെ വരുന്നത്. നിയമവും പോലീസുമാണ് അവിടെ വരുന്നത്. നിയമം സംരക്ഷിക്കാനായിട്ട് പോലീസ്, അല്ലെങ്കിൽ നിയമം പരിപാലിക്കുവാനായിട്ട് പോലീസും, നിയമം ജനങ്ങൾക്ക് നേരാമണ്ണം ലഭ്യമാകുന്നത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് കോടതി സംവിധാനങ്ങളും, അതാണ് ജുഡീഷ്യറി. നീതിന്യായ സംവിധാനം അവിടെയാണ് ആർമി വരുന്നത്. നീതിന്യായ സംവിധാനത്തിലെ നിയമപാലകന്മാരും ഉൾപ്പെടുന്നത്. ഇനി അഞ്ചാമത്തെ സംവിധാനമാണ് ദുർഗം അല്ലെ. ശക്തി ദുർഗങ്ങളിൽ കേട്ടിട്ടില്ല നമ്മൾ. കോട്ട എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുർഗം എന്ന് വെച്ചാൽ കോട്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കോട്ടകൾ ഉണ്ടാവണം. ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് വിവിധ പ്രദേശങ്ങളിൽ കോട്ടകൾ ഉണ്ടാവണം. നമ്മൾ പഠിച്ചിട്ടില്ലേ മാർത്താണ്ഡവർമ്മയുടെ കോട്ട? എവിടെയാണ്? വട്ടക്കോട്ട. എവിടെയായിരുന്നു? കന്യാകുമാരിയിലെ വട്ടക്കോട്ട. അതേപോലെ അടുത്ത കോട്ട കേട്ടിട്ടില്ലേ? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന ധർമ്മരാജാവിൻ്റെ കോട്ട. അതെവിടെയായിരുന്നു? നെടും കോട്ട എന്ന് പറഞ്ഞ കോട്ട കേട്ടിട്ടില്ലേ? നമ്മൾ വേറും കേട്ടിട്ടില്ലേ? ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് പറയുന്ന ചാലിയം കോട്ട കേട്ടിട്ടില്ലേ? അപ്പോൾ കോട്ട എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈനിക താവളമാണ്, ശക്തി കേന്ദ്രങ്ങളാണ്. ആ കോട്ട അല്ലെ പനമരം കോട്ട, ബ്രിട്ടീഷുകാരെ വീഴ്ത്തിയ പഴശ്ശിയുടെ
പ്രധാനപ്പെട്ട സേനാധിപനായിട്ടുള്ള തലയ്ക്കൽ ചന്തുവിൻ്റെ സ്മാരകം നിൽക്കുന്ന പനമരം ഓർമ്മയില്ലേ, അതാണ് ശക്തി ദുർഗങ്ങളാണ് കോട്ടകൾ. അപ്പോൾ സൈന്യം ഉൾപ്പെടെയുള്ള രാജാവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് ദുർഗം അല്ലെങ്കിൽ കോട്ട എന്ന് പറയുന്നത്. ഇനിയുണ്ടെന്നാണ് മിത്രമുണ്ടാവണം, രാഷ്ട്രത്തിന് മിത്രമുണ്ടാവണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കിടക്കുമ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ നോക്കിയേ, ചൈന ഇന്ത്യയുടെ മിത്രമാണോ? അല്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ മിത്രമാണോ? അല്ല, അല്ലേ? പിന്നെ ഇപ്പോഴത്തോട്ട് മാറി നോക്കി, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ മിത്രമാണോ? ഇപ്പോൾ മിത്രമല്ല, അല്ലേ? ഇനി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലോ, ഭൂട്ടാൻ ഇന്ത്യയുടെ മിത്രമാണോ? ഇന്ത്യ അങ്ങോട്ട് ഭൂട്ടാനെ സഹായിക്കുന്നതുകൊണ്ട് ഭൂട്ടാൻ മിത്രമായിട്ട് നിൽക്കുന്നു. ബംഗ്ലാദേശ് മിത്രമാണോ? വേണമെങ്കിൽ മിത്രമാണെന്നും പറയാം, വേണമെങ്കിൽ ശത്രുവാണെന്നും പറയാം. ചൈന കൂടുതൽ കൊടുത്താൽ ചൈനയുടെ കൂട്ടത്തിലോട്ട് പോകും, ഇന്ത്യ കൂടുതൽ കൊടുത്താൽ ഇന്ത്യയുടെ കൂട്ടത്തിലോട്ട് പോകും. ശ്രീലങ്കയോ അതേ അവസ്ഥ തന്നെ. ചൈന കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ചൈനയുടെ കൂടെ, ഇന്ത്യ കൊടുത്താൽ ഇന്ത്യയുടെ കൂടെ. മാലദ്വീപ്സോ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ബംഗ്ലാദേശോ ഇന്ത്യയുടെ കക്ഷത്തിനകത്തായതുകൊണ്ട് ഒന്നും മിണ്ടാനും പറയാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ മിത്രമായിട്ട് പണ്ട് നമുക്കുള്ളവരാണ്. റഷ്യ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് USSR ആയിരുന്നു, ഇപ്പോൾ റഷ്യയാണ്, അല്ലേ? പിന്നെ ആരുണ്ട്? ഇപ്പോൾ ഇസ്രായേലുണ്ട്, അല്ലെ? ഇപ്പോൾ അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പം നമ്മുടെ മിത്രമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇനി നോക്കിയോ, അടുത്തത് എന്താണ്? ജനപദം എന്ന് പറയുന്നത്. ജനപദം എന്ന് വെച്ചാൽ ജനങ്ങളും ഭൂപ്രദേശങ്ങളും. അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ വേണം, ജനപദം വേണം, ഭൂപ്രദേശങ്ങളും വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ നടന്ന മത്സര പരീക്ഷകൾക്ക് പഠിച്ചിട്ടുള്ള ഒരു ഏരിയ അല്ല, അല്ലേ? ഇത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഏതിനു വേണ്ടി മാത്രം? LSDD പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, മെയിൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. തുടർന്നും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഈ ഒരു LSDDയുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166, ഒരിക്കൽ കൂടി 9846183166 എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് LSDD കോഴ്സിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് മനസ്സിലാക്കി എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.